നമസ്കാരം. ഇതുവരെ ഇറാനെ ഭീഷണിപ്പെടുത്തി കരാറുകളിൽ ഒപ്പുവെപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അമേരിക്ക നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് അമേരിക്ക കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. കുറച്ചൊന്നല്ല, നന്നായി തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാന് പുറകെ, മുജ്തബ അലി ഖംനായിക്ക് പുറകെ ഒരു പൂവും കൈപ്പിടിച്ച് ട്രംപ് ഇങ്ങനെ നടക്കുകയാണ്. ഒന്ന് അവസാനിപ്പിച്ചു തരൂ, നമുക്ക് ഒരുമിക്കാം, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, സൗഹൃദത്തിൽ പോകാം, യുദ്ധം അവസാനിപ്പിക്കാം, ഉപരോധം പിൻവലിക്കാം, ഇതൊക്കെ പറഞ്ഞാണ് അമേരിക്ക ഇപ്പോൾ ഇറാന്റെ പുറകെ നടക്കുന്നത്. ഇസ്ലാമാബാദ് ചർച്ചയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന് ഇറാൻ അറിയിച്ചു എന്ന വിവരങ്ങളാണ് ഏറ്റവും അവസാനം പോലും പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇസ്ലാമാബാദിൽ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അമേരിക്കയുടെ പ്രതിനിധി സംഘം ഇതിനോടകം ഇസ്ലാമാബാദിൽ എത്തി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇറാൻ ഒരു ചുവട് പോലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാൻ തയ്യാറായിട്ടില്ല. അതായത് ഹോർമൂസിൽ അമേരിക്ക കൊണ്ടുവന്നിട്ടുള്ള ഉപരോധം അവസാനിപ്പിക്കാതെ ഇനി ചർച്ച എന്ന വാക്ക് പോലും ഞങ്ങൾ പറയില്ല എന്നാണ് ഇറാൻ തറപ്പിച്ചു പറയുന്നത്. എന്തായാലും ഇവിടെ ഇറാൻ കടുപ്പിച്ചപ്പോൾ അമേരിക്ക ചില ആളുകളെയൊക്കെ ഉൾപ്പെടുത്തി ഇറാനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത്. ഇറാൻ എന്തായാലും ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന് തുടർച്ചയായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. എന്തായാലും നേരത്തെ പല രാജ്യങ്ങളിലായി മരവിപ്പിച്ചു വെച്ചിട്ടുള്ള ഇറാന്റെ പണം അത് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ ആകാം. നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന അപേക്ഷയുമായി ട്രംപിന്റെ പ്രതിനിധികൾ ഇറാന്റെ പുറകിലുണ്ട്. അവർ പുറകെ നിന്നും മാറുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പൂവൊക്കെ കൈ പിടിച്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കൂ, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ട്രംപ് ഇറാന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഒരു ഭാഗത്ത് അമേരിക്ക ചർച്ചയ്ക്ക് വരണം, ഇറാൻ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ചർച്ചയിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുമ്പോൾ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ട എന്ന രീതിയിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മാറിയിരിക്കുന്നു. അത്തരത്തിലുള്ള ചില വാർത്തകളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലിൽ നിന്ന് റഷ്യയിലേക്ക് യാത്ര ചെയ്ത 40ഓളം വരുന്ന ഇസ്രായേലികളെ റഷ്യയിലെ എയർപോർട്ടിൽ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചു. വെള്ളവും ഭക്ഷണവും ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല. നിങ്ങൾ ഇറാന്റെ ശത്രുക്കളാണെങ്കിൽ ഞങ്ങളുടെയും ശത്രുവാണ് എന്ന് ഒരു റഷ്യൻ ഉദ്യോഗസ്ഥൻ ഇവരോട് പറഞ്ഞത്രേ. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുക്കാൻ തയ്യാറായില്ല. പ്രതിഷേധം അവർ അറിയിച്ചപ്പോൾ, ശക്തമായ പ്രതിഷേധം അവർ ഉയർത്തിയപ്പോൾ 40 പേർക്കും കൂടെ ഒരു കുപ്പി വെള്ളമാണ് അത്ര കൊടുത്തത്. എന്തായാലും ഏറ്റവും അവസാനം ഇസ്രായേലിലെ വിദേശകാര്യ മന്ത്രാലയം റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി സംസാരിക്കേണ്ടി വന്നു. നയതന്ത്ര ഇടപെടലിനെ തുടർന്ന് 40 ആളുകളെയും പ്രത്യേകം ചില പേപ്പറുകളിലൊക്കെ ഒപ്പുവെപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് വിട്ടു. എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ശത്രുപക്ഷത്താണ് എന്ന കാര്യം റഷ്യൻ ഉദ്യോഗസ്ഥൻ ഈ 40ഓളം വരുന്ന ഇസ്രായേലികളോട് പറയാൻ ഒരു മടിയും കാണിച്ചില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇറാനെ തൊട്ട സമയത്ത്, ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറാൻ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. അതായത് ഇറാനിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇറാന്റെ പ്രോക്സികളുള്ള രാജ്യങ്ങളിൽ മാത്രമല്ല, ലോകത്തെവിടെയും അമേരിക്കൻ പൗരന്മാരും അതുപോലെ തന്നെ ഇസ്രായേൽ പൗരന്മാരും അവർ സുരക്ഷിതരല്ല. അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചത് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ്. അവരുടെ പൗരന്മാരുടെ ജീവൻ അപകടത്തിലാക്കിയത് അതത് രാജ്യങ്ങളിലെ ഭരണാധികാരികളാണ് എന്ന ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും അതിങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതായത് ഒരു ഭാഗത്ത് അമേരിക്ക ഇപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി, ഭീഷണിയല്ല അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇസ്രായേൽ ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയായി മാറിയിരിക്കുന്നു.